ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഹണിനി ക്ലെയർ. ഇന്നത്തെ ദിവസം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സിസ്റ്റർ സരികയെക്കുറിച്ചാണ് കേട്ടോ. സരിക ട്രീസ വർഗീസ്. സത്യം പറഞ്ഞാൽ അവളുടെ അച്ചീവ്മെൻറ്റ്സോ ഒന്നും കണ്ടിട്ടല്ല ഞാനിത് ഈ കുഞ്ഞു ടോക്ക് പറയുന്നത്. അവളുടെ ക്യാരക്ടർ, അവളുടെ ക്വാളിറ്റീസ് ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കുഞ്ഞുനാൾ തൊട്ട് പെട്ടെന്ന് അവൾ ചേച്ചി ആയ ഒരാൾ, അതായത് ഞങ്ങൾ 5 വയസ്സിൽ താഴെ തന്നെ, 3ഉം 2ഉം വയസ്സ് ഡിഫറൻസേ ഉള്ളൂ ഞങ്ങൾ 3 പേരും തമ്മിൽ. അപ്പം എന്നിട്ടും താൻ മുതിർന്നൊരു ചേച്ചിയാണ്, തൻ്റെ അനിയത്തിമാരെ താൻ വേണം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, പഠിപ്പിക്കാനായിട്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ. ഞങ്ങളെ ഷെയർ ചെയ്യാൻ പഠിപ്പിച്ച ചേച്ചിയാണ്, ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് ഗൈഡൻസ് തന്നോണ്ടിരുന്നത് ചേച്ചിയാണ്. എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറിത്തിങ് സരിക ചേച്ചിക്ക് ഞങ്ങളെ അറിയാം മൊത്തത്തിൽ. ഇപ്പം ഞങ്ങൾക്കൊരു സങ്കടം വന്നാലുണ്ടല്ലോ, ആദ്യം ഓടിപ്പോയി പറയാൻ പറ്റുന്നത് ചേച്ചിടിക്കലാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും. സനിനിധി ആണെങ്കിലും ഞാനാണെങ്കിലും ചേച്ചി തരുന്ന ഒരു ഇതുണ്ട്. അതായത് ഇപ്പോൾ ഒരു കോട്ടുണ്ടല്ലോ, മനസാക്ഷി എൻ്റെ മാർഗ്ഗനിർദ്ദേശകനാണ്, എൻ്റെ പ്രവൃത്തിയുടെ വിധിയാളനാണ്, നന്മ ചെയ്യുമ്പോൾ എന്നെ അഭിനന്ദിക്കുകയും തിന്മയിൽ എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഉറ്റ സുഹൃത്ത്. സത്യം പറഞ്ഞാൽ ചേച്ചിയാണെങ്കിൽ ഞങ്ങളുടെ മനസാക്ഷി പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ നല്ല കാര്യമാണ് ചെന്ന് പറയുന്നതെങ്കിൽ, നല്ലത് ചെയ്തിട്ട് അതാണ് ചെന്ന് പറയുന്നതെങ്കിൽ ചേച്ചി ഗുഡ് എന്ന് പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ തെറ്റാണ് ചെയ്തതെങ്കിൽ ചേച്ചി തെറ്റാണെന്ന് തന്നെ പറയും. അങ്ങനെ വേണം ഒരാൾ. അത് സത്യം പറഞ്ഞാൽ മനസാക്ഷി പോലത്തെ ഒറ്റ സുഹൃത്താണ് ഞങ്ങളുടെ ചേച്ചി എന്ന് വേണേൽ ഞങ്ങൾക്ക് പറയാം. ഈ സിബ്ലിങ്സ് ഉള്ളവർക്ക്, മൂത്ത ചേച്ചിമാരുള്ളവർക്ക് ഇത് സത്യം പറഞ്ഞാൽ ഞാനീ പറയുന്നതായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ചേച്ചി എടുത്ത പ്രൊഫഷൻ, നഴ്സിംഗ് പ്രൊഫഷൻ ഞങ്ങൾക്ക് വേണ്ടിയാണ്. കുഞ്ഞുനാളിലെ ഞങ്ങളെല്ലാവരും പഠിക്കുന്ന ഒരു സമയത്ത് ഈ നഴ്സിങ്ങിന് പോകുന്ന ആൾക്കാർ പെട്ടെന്ന് ഒത്തിരി പൈസ സമ്പാദിച്ച് ഫാമിലിയൊക്കെ പൊക്കിയെടുക്കുന്നതെന്നൊക്കെ ചേച്ചി കേട്ടിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെ ഇഷ്ടത്തോടെയാണെന്ന് എനിക്കറിയത്തില്ല, ഇഷ്ടമായിരിക്കും ഈ നഴ്സിംഗ് പ്രൊഫഷൻ. എന്നാൽ കൂടി ഞങ്ങളെയൊക്കെ ഓർത്തിട്ടാണ് സത്യം പറഞ്ഞ ചേച്ചി നഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്. നഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുത്തു, BSc നഴ്സിംഗ് കഴിഞ്ഞ് അയർലൻഡിൽ വന്ന് MSc നഴ്സിംഗ് ചെയ്തു, OET ഒക്കെ പാസ്സായി കെയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോട്ടിങ്ങല ഹോസ്പിറ്റലിൽ പുള്ളിക്കാരൻ നേഴ്സാണ്. മാത്രമല്ല, ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയാനായിട്ട് ചേച്ചിക്ക് 3 കുഞ്ഞു പിള്ളേരുണ്ട് കേട്ടോ. 3ഉം അടുത്തടുത്താണ്, ഞങ്ങളെപ്പോലെ തന്നെയാണ് 3 പെൺപിള്ളേർ. ചേച്ചിയുടെ ഹസ്ബൻഡ് ആണെങ്കിലും ഭയങ്കര ഞങ്ങൾക്ക് ബ്രദറിനെ പോലെയാണ്. കാരണം അത് ചേച്ചിയുടെ ആ ഒരു സ്റ്റാൻഡാണ് കേട്ടോ. അത് ചേട്ടൻ ഞങ്ങൾക്ക് ബ്രദറിനെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയൊക്കെ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ സരിക ചേച്ചിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും, ഷീ സച്ച് എ ലവബിൾ പേഴ്സൺ. നമുക്കൊരാളെ റോൾ മോഡൽ ആക്കാനായിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി നമ്മുടെ ലൈഫ് ഈസി ആയിരിക്കും. കാരണം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി എല്ലാ കാര്യങ്ങൾക്കും പെർഫെക്റ്റ് ആണെന്ന് വേണേൽ പറയാമല്ലോ നമുക്ക്. അപ്പോൾ എൻ്റെ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചി ഞങ്ങൾക്ക് റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് പേഴ്സൺ എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ കുഞ്ഞു വീഡിയോ ഇടുന്നത്. എൻ്റെ ചേച്ചി, എൻ്റെ അനിയത്തി, സിബ്ലിങ്സ് ഉള്ളത് സത്യം പറഞ്ഞാൽ ഭാഗ്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് ഇവർ രണ്ടുപേരുമാണ്. എൻ്റെ ലൈഫ് മാറ്റിയതും എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചതും എല്ലാ കാര്യങ്ങളും ഒരു എങ്ങനെ ഓരോ കാര്യങ്ങൾ സമീപിക്കണം എന്നൊക്കെ മനസ്സിലാക്കി തരാനായിട്ട് എൻ്റെ അനിയത്തിക്കും എൻ്റെ ചേച്ചിക്കും ഒത്തിരിയേറെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ പാരൻസ് എനിക്ക് തന്നൊരു ഗിഫ്റ്റാണ് സത്യം എൻ്റെ ചേച്ചി അനിയത്തി എന്ന് വേണേൽ പറയാം. ഓക്കെ, താങ്ക് യു, ബൈ.